തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കഴക്കൂട്ടം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദാണ്. അദ്ദേഹത്തിനോട് നമുക്ക് വിജയസാധ്യതകളെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് സമയമില്ലെന്നറിയാമെങ്കിലും സാറ് കുറച്ച് ചോദ്യങ്ങൾ മാത്രം. വിജയപ്രതീക്ഷ എത്രത്തോളം? 100% ജനവികാരം ഇത് നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം മണ്ഡലം. കാര്യം അവർക്ക് നേർബോധ്യമുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ SIR വിഷയമാണെങ്കിലും പാചകവാതകത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റായി ഇനിയിപ്പോൾ വീണ്ടും ഇതിനെല്ലാം വില കൂട്ടാൻ പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ജനങ്ങളുടെ മനസ്സിലുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ആണെങ്കിൽ ഇനിയും ഇവരെങ്ങനെ മത്സരിക്കുന്നു എന്ന് LDF ഇനിയും 10 കൊല്ലം നാടിനെ ഭരിച്ചു മുടിച്ചിട്ട് ഇവർക്ക് എങ്ങനെ ഇനി മത്സരിക്കാൻ തോന്നുന്നു, വോട്ട് ചോദിക്കാൻ തോന്നുന്നുള്ള ജനവികാരമുണ്ട്. ഒപ്പം ശബരിമല വിഷയം എല്ലാ വിശ്വാസികളുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ശബരിമല അയ്യപ്പനെ തൊട്ട് കളിച്ചവരെ ആരെയും വെറുതെ വിട്ടിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ തന്നെ എന്നോട് പറഞ്ഞത് ഇത്തവണ അയ്യപ്പൻ്റെ പുലി ഇറങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, വ്യക്തിപരമായി എനിക്ക് ഉള്ള ബന്ധം, എൻ്റെ അമ്മ വീട്, എൻ്റെ അമ്മയുടെ കുടുംബം ചേന്തിയാണ്, ശ്രീകാര്യത്തിനും പൊങ്ങമൂട്ടിനും ഇടയ്ക്കുള്ള ചേന്തിയാണ്. ആ ഒരു ബന്ധം എനിക്ക് ആ മണ്ഡലത്തിൽ വ്യാപകമായിട്ടുണ്ട്. അത് കുടുംബ ബന്ധം മാറട്ടെ, പക്ഷേ എൻ്റെ വ്യക്തിബന്ധങ്ങൾ, ജാതി മതങ്ങൾക്ക് അതീതമായിട്ടുള്ള എൻ്റെ കഴിഞ്ഞ 4-4.5 പതിറ്റാണ്ടായിട്ടുള്ള എൻ്റെ ഒരു വ്യക്തിബന്ധം അത് വളരെ വലുതാണ്. എൻ്റെ കൂടെ SM കോളേജിൽ പഠിച്ചവർ, എന്നെ എതിർത്തവരും എന്നെ അനുകൂലിച്ചവരും, എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായിരുന്നവരും ഒക്കെ ഓപ്പണായി വന്ന് പറയുന്നത്, അവരൊക്കെ പ്രതികളായിട്ടുള്ള പറഞ്ഞാൽ ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യും. എനിക്കതിൽ നിന്ന് SFIക്കാർ പറയുന്നത് ശരത്തിന് നൽകാൻ പറ്റുന്ന ഒരു അവസരം ഞങ്ങൾ ചെയ്തിരിക്കുന്ന പറയും. അതൊരു വികാരപരമായ ഒരു സമീപനമാണ്. ഇപ്പോഴും SM കോളേജിലെ കഴിഞ്ഞ 35 കൊല്ലമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഞാനാണ്. ആ ബന്ധം ഇന്നും ആ മണ്ഡലത്തിലുണ്ട്. എവിടെ ചെന്നാലും ഞാൻ ശരത്ചന്ദ്ര പ്രസാദാണെന്ന് നമ്മൾ പരിചയപ്പെടുമ്പോൾ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നവരല്ല ആരും ആ മണ്ഡലത്തിലില്ല. ആ ഒരു ആത്മവിശ്വാസവും UDFൻ്റെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയുള്ള ജനവികാരവും പ്ലസ് എൻ്റെ വ്യക്തിപരമായ ഒരു ബന്ധം, ഒരു ആത്മബന്ധം. ഞാൻ തലച്ചോറ് കൊണ്ട് രാഷ്ട്രീയം കളിച്ചവല്ല, ഹൃദയം കൊണ്ട് രാഷ്ട്രീയം കളിച്ചവരാ. അതിൽ രാഷ്ട്രീയത്തിൽ ദോഷമുണ്ടെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ആ ഹൃദയബന്ധമാണ്. ഇപ്പോൾ എൻ്റെ യാത്ര ഹൃദയങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള യാത്രയാണ്, വോട്ടുപിടുത്തമല്ല. ആ ഒരു ഹൃദയബന്ധം, അതാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മത്സരരംഗത്തേക്ക് വരുന്നത്. അതെങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണും? വലിയ ഇടവേള വന്നില്ല. കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം മത്സരിച്ചു. സാഹചര്യങ്ങളാണ്. ഞാൻ ആഗ്രഹിച്ച ഈ കേരളമൊക്കെ ഇരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലം മത്സരിക്കണമെന്നായിരുന്നു. ഞാൻ ഇവിടെ കോൺഗ്രസ് വാർഡ് പ്രസിഡൻ്റായിരുന്നു. പക്ഷേ പാർട്ടി എന്നെ നിയോഗിച്ചതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തി മുന്നണി അധികാരത്തിൽ കൊണ്ടുവരാൻ കഴക്കൂട്ടം കോൺഗ്രസിൻ്റെ പഴയ ശക്തി കേന്ദ്രം, തലേക്കുന്ന് ബഷീർ, AK ആന്റണി, MM ഹസൻ, MBR, MA വാഗീദ് അടക്കമുള്ളവർ ജയിച്ച കോൺഗ്രസിൻ്റെ അടിത്തറയുള്ള മണ്ഡലം തിരിച്ച് കോൺഗ്രസിലേക്ക് ഒരു 10 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് പാർട്ടി ഡൽഹിയിൽ നിന്നുള്ള സർവേ അടക്കം നടത്തി പറഞ്ഞു, അങ്ങനെ ഒരു ബന്ധമുള്ള ഒരാൾ, വ്യക്തിബന്ധമുള്ള ശരത്ചന്ദ്ര പ്രസാദ്, അതുകൊണ്ട് എന്നെ ഡൽഹിയിൽ വെച്ച് എന്നോട് പറഞ്ഞു കഴക്കൂട്ടത്ത് മത്സരിക്കണം. ആ പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ ഏറ്റെടുത്ത് ആ ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഇപ്പം എല്ലാ മണ്ഡലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ UDF LDF മത്സരമാണ്. അപ്പോൾ കഴക്കൂട്ടം പോലെ ചില മണ്ഡലങ്ങളിലാണ് ത്രികോണപ്പോര് എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് V മുരളീധരൻ മത്സരിക്കുമ്പോൾ അതൊരു ത്രികോണപ്പോരിലേക്ക് എത്തുന്നത്. അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ ഒരു ഡീൽ ചർച്ചകൾക്കിടയിൽ? ഡീലാണല്ലോ. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 68ഓളം സീറ്റുകളിൽ BJPയും LDFും BJPയും RSSും LDFിന് വോട്ടിയെന്നുള്ള പരാതി കണക്ട് സഹിതം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും കേസുകൾ ഒതുക്കാനുള്ള ഒരു ഡീൽ ഉണ്ട്. അതിൻ്റെ ഭാഗമായി BJP ചോദിച്ചത് 25 സീറ്റ് എന്നാണ് പറയുന്നത്. അവസാനം 15-ൽ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു. CPM പറഞ്ഞു 10 സീറ്റ് തരാമെന്ന് പറഞ്ഞു. അതിൽ 6ാമത്തെ സീറ്റാണ്, 10-ൽ 6ാമത്തെ സീറ്റാണ് കഴക്കൂട്ട സീറ്റ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുരളീധരനെയും തൃശ്ശൂർ സുരേഷ് ഗോപിയും പാലക്കാടും BJP ജയിപ്പിക്കാൻ ഡീലുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ തിരുവനന്തപുരത്ത് LDFിൻ്റെ സ്ഥാനാർത്ഥി കുറച്ച് ജില്ലാ സെക്രട്ടറിയും കൂടെ ആയതുകൊണ്ട് കുറച്ച് കളിപ്പിച്ചതുകൊണ്ട് മുരളിയെ ജയിപ്പിക്കാൻ പറ്റിയില്ല CPMന്. അതിന് പകരം ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ് സുരേന്ദ്രനെ. അയ്യപ്പൻ്റെ കോപത്തിനിടയായി സുരേന്ദ്രനെ കളഞ്ഞാൽ ഇതോടെ പാർട്ടിക്ക് അയ്യപ്പ കോപം ഉണ്ടാവില്ലെന്നാണ് ഒരു ധാരണ. പക്ഷേ ആ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് ബന്ധമുണ്ട്. പാർട്ടി അറിഞ്ഞു തന്നെയാണ് സുരേന്ദ്രൻ ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എനിക്ക് ദേവസ്വം ബോർഡ് യൂണിയനുള്ള ദേവസ്വം ബോർഡ് ജീവനക്കാരെല്ലാം പറയുന്നത് അങ്ങനെയാണ്. ഞാൻ എതിർ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി ആക്ഷേപിക്കില്ല. പക്ഷേ കേരളം ഒട്ടാകെ ചർച്ച ചെയ്യുന്ന സ്വർണ്ണക്കൊള്ളയുടെ
കഥാതന്തു കിടക്കുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. ആ കഥാതന്തുവിനെ ഞാൻ പ്രതിപാദിക്കുമ്പോൾ എനിക്ക് കടകംപള്ളി സുരേന്ദ്രൻ എന്ന പേര് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് LDF ഇപ്പോൾ യഥാർത്ഥത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്താണ്. ഞാനും BJP സ്ഥാനാർത്ഥിയും. BJP സ്ഥാനാർത്ഥി അവർ പഴയ നരേന്ദ്രമോദി ഫാക്ടറൊന്നും ഇപ്പോൾ ഇല്ല. അതൊക്കെ കഴക്കൂട്ടത്ത് പോയി. മുരളീധരൻ ഉണ്ടായിരുന്നൊരു പുതുമയും പോയി. 7 കൊല്ലക്കാലം മുരളി കേന്ദ്രമന്ത്രിയായിരുന്നു. എന്നിട്ട് മുരളി കഴക്കൂട്ടത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഞങ്ങളിവിടെ UDF ഒരു കഴക്കൂട്ടത്തെ ഒരു വികസനത്തിൻ്റെ ഹബ്ബാക്കുകയാണ്. കാരണം പ്രധാന സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക്, അതുപോലുള്ള സാങ്കേതിക സ്ഥാപനങ്ങളടക്കം ഒരുപാട് സ്ഥാപനങ്ങൾക്ക്, കാര്യവട്ടം യൂണിവേഴ്സിറ്റി, എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ചേർത്ത് ടെക്നോ പാർക്ക് കൊണ്ട് നാട്ടുകാർക്ക് വലിയ ഗുണമുണ്ടാവുന്നില്ല. അനുബന്ധ വ്യവസായങ്ങൾ നാട്ടിലുണ്ടാക്കിയാൽ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കും തൊഴിൽ കിട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ സ്ഥാപനങ്ങളെല്ലാം ഒരു വിദേശി വന്നതുപോലെ സ്ഥാപനങ്ങളെ ജനങ്ങൾ കാണരുത്. ഇത് ഞങ്ങൾക്ക് കൂടി മെച്ചമുണ്ടാക്കാനാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന തരത്തിലാണ് ഞങ്ങൾ ഇതിനെയെല്ലാം ജനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അങ്ങനൊരു വലിയ പദ്ധതിയാണ് പട്ടിണിയില്ലാത്ത, ഭവനരഹിതർ ഒന്നുമില്ലാത്ത, ആരും ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ ഉണ്ടാകാത്ത ഒരു വലിയ മണ്ഡലമാക്കി മാറ്റാനാണ് എൻ്റെ ഉദ്ദേശം. അതിന് ജനങ്ങൾ എന്നെ പിന്തുണയ്ക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു സാർ, ഇത്ര നേരം സഹായിച്ചതിന്. എല്ലാ വിജയപ്രതീക്ഷയും. എന്തായാലും കഴക്കൂട്ടം മണ്ഡലത്തിൽ ത്രികോണപ്പോര് നടക്കുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ എല്ലാ വിജയാശംസകളും അദ്ദേഹത്തിന് നേരുന്നു.